ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച യുഎസും ഇസ്രായേലും. ടെഹ്റാനിലെ പവർ പ്ലാന്റിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായി. ഇസ്ഫഹാനിലെ ആയുധപുര യുഎസ് ബോംബ് ഉപയോഗിച്ച് തകർത്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ദുബായ് അന്താരാഷ്ട്ര തുറമുഖത്തിൽ കുവൈത്ത് എണ്ണക്കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ എണ്ണച്ചോർച്ചയില്ലെന്ന ആശ്വാസകരമായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് ഇറാൻ പാർലമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകി. അജയ്, സുധ, ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, യുഎസും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യം. ഇന്നലെ ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് യുഎസും ഇസ്രായേലും ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി അവിടുത്തെ? എന്തായാലും ഈ യുദ്ധം നീണ്ടുപോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാനിൽ വൈദ്യുതി ബന്ധം തകരാറുള്ള സ്ഥിതിയുണ്ട്. അജയിലേക്ക് വേണ്ട. അജയ്, എന്താണ് നിലവിലെ സ്ഥിതി? ടോം, ഇപ്പോഴും ആക്രമണങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥയുണ്ട്. പ്രധാനമായിട്ടും ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചുള്ള ഈ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അത് ശക്തമാണ്. അമേരിക്ക നിലവിൽ ഇത്തരം ആക്രമണങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഏപ്രിൽ 6 വരെയാണ് ഇത്തരം ഒരു വെടിനിർത്തൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഈ പവർ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ ശക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ടെഹ്റാനിലുള്ള ഒരു പവർ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു വൈദ്യുതി ബന്ധം ഉൾപ്പെടെ വിച്ഛേദിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ടെഹ്റാനിലും അതുപോലെ തന്നെ സമീപ നഗരങ്ങളിലും ഉൾപ്പെടെ ഏറെ നേരത്തേക്ക് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അത് പല സ്ഥലങ്ങളിലും അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ഫഹാനിൽ അമേരിക്കയുടെ ആക്രമണവും ഇപ്പോൾ രൂക്ഷമായിട്ടുണ്ട്. ഇസ്ഫഹാൻ എന്ന് പറയുന്നത് ഇറാനുള്ളിലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണ ഒരു ശൃംഖല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ 3 യൂണിറ്റ് യുറേനിയം എൻറിച്ച്മെന്റ് സൈറ്റുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടേക്കാണ് US അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയത്. ഇന്ന് രാവിലെയാണ് ഇത്തരം ആക്രമണങ്ങൾ US പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ ഹാൻഡിൽ വഴി ഒരു വീഡിയോ, ഇതിന്റെ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിന്റെ വീഡിയോ പങ്കുവെക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ തിരിച്ചുള്ള പ്രത്യാക്രമണങ്ങളും ശക്തമായി തന്നെ തുടരുകയാണ്. ഒരു MQ-9 ഡ്രോൺ ഇറാൻ നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഇത് ഏതാണ്ട് ഒരു ഡ്രോണിന് $30 മില്യൺ ഇതിന്റെ ഒരു നിർമ്മാണ ചെലവെന്ന് പറയുന്നത്. ഇത്ര ഒരു വിലപിടിപ്പുള്ള ഒരു ഡ്രോൺ കൂടിയാണ് ഇറാൻ നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ ഒരു ബാരലിന് $115 ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ പ്രത്യാക്രമണവും നിലവിൽ വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാവിലെ ദുബായ് അന്താരാഷ്ട്ര തുറമുഖത്തിൽ നങ്കൂരമിട്ടിരുന്ന ഒരു കുവൈറ്റ് കപ്പലിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണമായിരുന്നു. ഈ കപ്പലിന് കേടുപാടുകൾ ഉൾപ്പെടെ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കപ്പലിനുണ്ടായ ആക്രമണത്തിൽ 24 ജീവനക്കാരും സുരക്ഷിതരാണ്. ഇതിൽ എണ്ണച്ചോർച്ച ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം ആശങ്കകൾ ഒന്നും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എണ്ണച്ചോർച്ച ഉൾപ്പെടെ പരിഹരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെബനനിലുള്ള ഇസ്രായേലിന്റെ ആക്രമണവും നിലവിൽ ശക്തമായി തുടരുകയാണ്. ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ 3 UN സൈനികർ കൊല്ലപ്പെട്ടു. ഈ സൈനികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്.
ഇപ്പോൾ ഇന്തോനേഷ്യയിലുള്ള 3 സൈനികരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. ഇവർ UN-ന്റെ പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായി ലെബനനിൽ പ്രവർത്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസ് ഒരു അടിയന്തര UN യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടെയാണ് ഇറാൻ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ കപ്പലുകൾക്ക് ടോൾ പിരിക്കാനുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അതായത് മുൻപ് ഇത്തരം ആലോചനകൾ ഇറാൻ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് ഇറാന്റെ പാർലമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള ഒരു നടപടിക്രമം അനുസരിച്ച് ഇറാന് ഈ ഒരു ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾ തടഞ്ഞ് അതുവഴി ടോൾ പിരിക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഏതൊക്കെ കപ്പലുകളെയാകും തടയും എന്നതിനെ സംബന്ധിച്ച് അവർ ഇതുവരെ പ്രസ്താവനയൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതിപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ്. ഇന്ന് 2 ഇന്ത്യൻ കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചത്. മറ്റ് 18 കപ്പലുകൾക്ക് കൂടി അനുമതി തേടുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. അപ്പോൾ അതിനിടെയാണ് ഈ ടോൾ പിടിക്കാനുള്ള നടപടികളുമായി ഇറാൻ മുന്നോട്ട് നീങ്ങുന്നത്. വ്യക്തമാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിലെ സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്നു. US-ഉം ഇസ്രായേലും ആക്രമണം കൂടുതൽ കടുപ്പിച്ച സാഹചര്യമാണ് ഇവിടെ ഉള്ളത്.